تعالى اللهم ألهمنا مراشد أمورنا. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അനുഗ്രഹീതമായ റമളാനിൻ്റെ 28 നോമ്പുകൾ പൂർത്തിയാക്കാൻ തൗഫീഖ് നമുക്ക് നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകൾ ഒത്തിരി ഉണ്ട്, അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. വരുന്ന ബാക്കി ദിവസങ്ങൾ നോമ്പെടുക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. വരുന്ന റമളാൻ തുടർന്നും ധാരാളം റമളാനിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹുവിൻ്റെ ഈ പള്ളിയിൽ ഇനിയും ഇബാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം പാലികളായ നമുക്ക് അല്ലാഹു നസീബാക്കുമാറാകട്ടെ. നാളത്തെ ദിവസത്തിന് വേണ്ടിയുള്ള പരിശുദ്ധ രാവിലെ തറാവീഹാണ്. ഇത് പുണ്യരാവ് ആരംഭിച്ചു. പരിശുദ്ധമായ റമളാനിലെ ഒടുവിലത്തെ ഒറ്റയായ രാവ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവ്. അല്ലാഹുവിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. ഒരു പക്ഷേ നാളെ മഗ്‌രിബ് കഴിഞ്ഞ് 29ാമത്തെ നോമ്പാണ്. നാളെ മഗ്‌രിബ് കഴിയുമ്പോൾ വലിയ പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കും. പിറകണ്ടതായി അഭിപ്രായം റിപ്പോർട്ട് കിട്ടിയാൽ ഇത് ഒടുവിലത്തെ തറാവീഹാണ്. ഈ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ തറാവീഹാകും. പിറകണ്ടില്ലെങ്കിൽ നാളെയും ഒരു തറാവീഹിന് ഒരുമിച്ച് കൂടാം. ഏതായാലും എല്ലാ ഇബാദത്തും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഒരു വലിയ ഭാഗ്യം, അൽഹംദുലില്ലാഹ്, ശുക്ർ ചെയ്യുന്നു. നമ്മൾ റമളാൻ തുടങ്ങുമ്പോഴൊക്കെ എപ്പോഴും ദുആ ചെയ്യുന്ന പോലെ ഇത്രയും നോമ്പിന് അല്ലാഹു തൗഫീഖ് നൽകിയല്ലോ. ഇത് ശേഷിക്കുന്ന ഇബാദത്തുകൾക്കും അല്ലാഹു തൗഫീഖ് നൽകണം. റമളാൻ കഴിയുമ്പോൾ നമുക്ക് നോമ്പില്ലെങ്കിലും സുന്നത്ത് നോമ്പുകളിലൊക്കെ വ്യാപൃതരാകുന്ന നമ്മൾ നോമ്പുകാലത്ത് സൂക്ഷിച്ച പോലെ ഒരു തയ്യാറെടുപ്പാണ്. തുടർന്നുള്ള ദിവസം വളരെ സൂക്ഷ്മതയോടെ പോകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പഥ്യം പോലെയാണ്. ചില ആയുർവേദ മെഡിസിനോ ഒക്കെ ചില പഥ്യങ്ങളുണ്ടാവും. ആ പഥ്യമാണ് ഇപ്പോൾ, പഥ്യത്തിൻ്റെ സമയമാണ്. വളരെ സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ പോവുക. ഇനി ഇത് കഴിഞ്ഞാലൊന്ന് നമ്മുടെ ശരീരം അതിലേക്ക് ലാഹിക്കായി യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്മയൊന്നുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ തർത്തീബിൽ തന്നെ അങ്ങ് പൊയ്ക്കോളും, റാഹത്തായിക്കോളും, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ്. ഇതൊരു പരിശീലന സമയമാണ്. കൂടുതൽ സൂക്ഷ്മതയോടെ ജീവിച്ചൊരു സമയമാണ്. തുടർന്നും ഇബാദത്തുകൾക്ക് അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ധാരാളം പേർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട സമയം. നമ്മുടെ നോമ്പുതുറയിലൊക്കെ തുടക്കം മുതൽ ഇതുവരെ പങ്കായ മുഅ്മിനീങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മണ്ണാങ്കടയ്ക്കൽ ബഷീർക്കയുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഇന്നത്തെ നോമ്പുതുറയിൽ ഒരുപോലെ പഴം കൊണ്ടുവന്ന് ദുആ നസീഹത്ത് ചെയ്തു. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു ആ ഖബറിടം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് അല്ലാഹു നൽകുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ, സഹോദരിമാർ പലതിലേക്കും അല്ലാഹുവിൻ്റെ പള്ളിയിലേക്ക് സ്വതക്കകൾ, സംഭാവനകൾ നൽകിയിട്ടും ഉലമാക്കൾക്കും മറ്റും പാവങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടും ധാരാളം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ ഗൾഫിൽ ഹൈറായ ജോലിക്ക് വേണ്ടി നിൽക്കുന്ന പ്രയാസമുള്ള ഒരു ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ സഹോദരൻ്റെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ 3 പള്ളികൾ, നമ്മുടെ പള്ളി ഇതാണ് ഹെഡ്. ഇതിൻ്റെ കീഴിൽ ധാരാളം മദ്രസയുണ്ടല്ലോ. നമ്മുടെ മദ്രസകൾ ഓർമ്മയുണ്ടാവും. നമ്മൾ ഇതിൻ്റെ കീഴിലുള്ള പള്ളികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. മുസല്ലകൾ, നമ്മൾ പുതിയതായി ഓപ്പൺ ചെയ്യുന്ന മുസല്ല ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ എല്ലാം നോമ്പുതുറകൾ നൽകുന്നുണ്ട്. ഒരു ഹെഡ് എന്ന ഭാഗം എന്ന നിലയ്ക്ക് മുത്തവല്ലിമാരെ വിളിച്ച് ദുആ വസിയത്ത് ചെയ്യുന്നുണ്ട്. എല്ലാ പള്ളികളിലെയും നോമ്പുതുറ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും അവിടെയുള്ള തെക്കാവുകളിലും പള്ളികളിലും ഒക്കെ കൊടുക്കുന്ന അല്ലാഹു ലോകത്തുള്ള മുഴുവൻ പള്ളികളിൽ ഈ റമദാനിൽ നടന്ന നോമ്പുതുറകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വിശേഷ നമ്മുടെ നൈനാംകുളം അവിടെയുള്ള മുസല്ല, അവിടെ നമ്മുടെ ബാങ്കുകളിയും മറ്റുമൊക്കെ പരിസരത്തുനിന്ന് കേൾക്കണം. അതിനുള്ള സൗകര്യത്തിന് ഒരു സഹോദരി 29,000 സംതിങ് രൂപയായി അവർ മൈക്ക് സെറ്റും ആംപ്ലിഫയറും എല്ലാം അൽഹംദുലില്ലാഹ് വാങ്ങിക്കൊടുത്തു. ഇനി കുറച്ച് അകത്തേക്ക് മാത്രം 2 സ്പീക്കറുമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ജാരിയായ സ്വതക്കയാണ് അവരുടെ നിയ്യത്തെന്ന് അറിയിച്ചു. ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ മരണപ്പെട്ടു പോയവരുടെ എല്ലാ ഖബറിടങ്ങളിലേക്ക് ഒഴുകുന്ന പ്രതിഫലമായി, അണമുറിയാത്ത വലിയ പ്രതിഫലമായി അള്ളാഹു അതിൻ്റെ സവാബ് ആ ഖബറിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ. ആ റബ്ബിൻ്റെ തൗഹീദിന്റെ ശബ്ദം, ആ ബാങ്കിന്റെ ധ്വനി ഉയർന്നു കേൾക്കുന്ന കാലം അത്രയും അതിൻ്റെ മിസ്ല സവാബ് അവരുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. രോഗങ്ങൾക്കെല്ലാം അള്ളാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മറ്റൊരു സഹോദരി 17ാമത്തെ രാവിൽ മരണപ്പെട്ടു പോയ ഹാജറ ബീവിക്ക് വേണ്ടി ജാരിയായ സ്വതത്ത് കരുതിയിട്ട് നമ്മുടെ പള്ളിയിലേക്ക് ഇവിടെ ഒരു മെഡിക്കൽ ബെഡ്, നമ്മുടെ പാലിറ്റീവ് കെയറിൻ്റെ ഒരു മെഡിക്കൽ ബെഡ് അതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു ജോഡി കമ്മൽ അനയാങ്കോണം തെക്കാവിലേക്ക് വേണ്ടി, അവിടെ ആ ഭാഗത്ത് മുസല്ലയിലേക്ക് വേണ്ടി തന്നെ ആംപ്ലിഫയർ ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി, എല്ലാം റാഹത്താകാൻ വേണ്ടി ഒരു ജോഡി സ്വർണ്ണ കമ്മൽ നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. അവരുടെ ആ ഖബറിടം അള്ളാഹു പ്രകാശപൂരിതമാക്കട്ടെ. ആ പുണ്യരാവിൽ യാത്രയായ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറിടം അള്ളാഹു സ്വർഗീയ ആരാധനാക്കി സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജാരിയായ സ്വതക്കയാക്കി നന്മയുടെ പ്രതിഫലത്തെ ആ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്ന ബെഡ് ഏതൊക്കെ പേഷ്യന്റ് ആവശ്യമായിട്ട് കൊണ്ടുപോയി ഉപയോഗിക്കുന്നു അതിൻ്റെ എല്ലാം മിസ്ല സവാബ് ആ പ്രിയ സഹോദരിയുടെ ഖബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ നോമ്പ് നൽകിയിട്ടുള്ളത്, ഇന്നത്തെ തറാവീഹിന് ശേഷമുള്ള ഭക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഭാഗമായിട്ടുള്ള ഭക്ഷണമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആ നന്മയുടെ സവാബ് കൊണ്ട് നമുക്ക് ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ നോമ്പ് തുറയിൽ ഒരു വലിയ ഭാഗം പങ്കായ ആ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ. സമ്പത്തിൽ അഭിവൃദ്ധി നൽകട്ടെ. ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകട്ടെ. ഖുർആനിക കുടുംബജീവിതം അവർക്കെല്ലാം അള്ളാഹു നസീബാക്കട്ടെ. അവരുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട പിതാവ്, അവരുടെ മരണപ്പെട്ടു പോയ ആ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മദ്രസയിലെ മക്കൾ, പൊന്നുമക്കൾ, ഗുരുന്നുമക്കൾ ഖത്മുൽ ഖുർആൻ ഓതിയതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ ഖുർആൻ ഖത്മ് ചെയ്തു ദിക്റും സലാത്തൊക്കെ ചെയ്ത് നമ്മുടെ മദ്രസ ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ഖൈർ ചെയ്യട്ടെ. അതിൻ്റെ എല്ലാം മിസ്ല സവാബ് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകട്ടെ. അവരുടെ റൂഹിലും ജസദിലും അതുകൊണ്ട് അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. പുണ്യ റമദാന്റെ തുടക്കം മുതൽ 8, 9 ഹത്ത് ആയതുണ്ട്. പലരും 5, 6 അങ്ങനെ പല കണക്ക് ഹത്ത് മോദിയിട്ടുണ്ട്. നമ്മുടെ 27-ാം രാവിലെ സാധാരണ അങ്ങനെ പറയുമായിരുന്നു, തവണ മറന്നുപോയി. ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമദാനിൽ ഇതുവരെ ഖത്മുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഖത്മു തീർത്ത, ദിക്റും സ്വലാത്തിലും ഒക്കെ ഒഴുകിയ, ഇബാദത്ത് ചെയ്ത എല്ലാവരുടെയും ഇബാദത്തുകൾ, നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, നീ മാപ്പാക്കണേ റഹ്മാനെ. വലിയ പ്രതിഫലമുള്ള ഇബാദത്തായി കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാചകക്കാരായ സഹോദരങ്ങൾ പല പള്ളിയിൽ അവരുടെ ടീം തവക്കുൽ എന്നൊരു ടീമാണെന്ന് തോന്നുന്നു, പേര് മറന്നുപോയി, തവക്കുലല്ലേ, ആ ടീം പല പള്ളികളിൽ പിന്നെ അവരുടെ പാചകം നടത്തിക്കൊണ്ട് പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അള്ളാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നല്ല രുചികരമായ വിഭവസമൃദ്ധ ഭക്ഷണം നമുക്ക് ഒരുക്കി തന്നു. അള്ളാഹു കബൂലാക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കെല്ലാം നൽകട്ടെ. നന്മകൾക്ക് ഇനിയും അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയുള്ള വിളമ്പുകാർ ഇതുവരെ നിന്ന് എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഖൈർ ബറക്കാത്ത് ചുരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നിഅമത്തുകളും അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലേക്ക് അത്ര തീരുമ്പോൾ ഒരു ഉസ്താദ് കുറച്ച് അത്ര തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ പിതാവിൻ്റെ ഖബറിടം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ നിഅമത്തുകളും അള്ളാഹു ആ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പള്ളിയിലേക്കും മറ്റുമൊക്കെ നൽകിയതിലെല്ലാം അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി ഒരു പ്രധാന മസ്അല മാത്രം ഒന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് തറാവീഹിലേക്ക് കടക്കാം. നമ്മുടെ ഫിത്ർ സക്കാത്തിന്റെ യൂട്യൂബിലും മറ്റുമൊക്കെ കേട്ടും എഴുത്തും ഇമേജ് ടൈപ്പ് മെസ്സേജും എല്ലാവർക്കും കാണാപ്പാടമാണ്. അത് ഒരു പ്രത്യേകമായ തൂക്കമല്ല. നമ്മുടെ ഫിത്ർ സക്കാത്തിന് ഒരു തൂക്കമല്ല, അതൊരു അളവ് മാത്രമാണ്. ഒരു സാഅാണ് കൊടുക്കേണ്ടത്, ഒരു സാഅ്. ഇപ്പം നോമ്പിൻ്റെ തുടക്കം മുതൽ ഇതുവരെ പിടിക്കാൻ പറ്റാത്ത പ്രായമുള്ള ഉപ്പമാർ, രോഗശീലയിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ഫിദിയ കൊടുക്കുമ്പോൾ ഒരളവ് പാത്രത്തിൻ്റെ അളവാണ്, ഒരു മുദ്ദ് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ ഒരു തൂക്കം, ഒരു ഉദ്ദേശ കണക്ക് പറയും, ഒരു 650 ഗ്രാം അരി എന്ന് പറയും, ഒരു മുദ്ദ് കൊടുക്കണം ഓരോ നോമ്പിന് വേണ്ടി. അങ്ങനെ 30 നോമ്പ് പിടിക്കാൻ പറ്റിയില്ല, അവസാനമാകുമ്പോൾ നോമ്പ് തീരുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ നോമ്പിന് വേണ്ടിയുള്ള ഫിദിയ അരി ഒരു മുദ്ദ് എന്ന കണക്കിൽ, അഥവാ ഒരു നോമ്പിന് 650 ഗ്രാം ഒരു ഉദ്ദേശ കണക്ക് പറഞ്ഞതാണ്, അതിൻ്റെ ഉള്ളിൽ നിൽക്കും. ഇൻഷാ അല്ലാഹ് അങ്ങനെ കൊടുക്കണം.
ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്, അളവ് പാത്രമാണ്. ഒരു സാഅ് മതി. ഒരു സാഅ് അഥവാ 4 മുദ്ദ്. 4 മുദ്ദ് അരിയാണ് ഒരു ഫിത്ർ സക്കാത്തിന് ഒരു മെമ്പറിന് വേണ്ടി പുറപ്പെടുവിക്കണം. ഒരാൾക്ക് അഥവാ ശവ്വാലിൻ്റെ പിറ കാണുന്ന സമയത്ത് ഹയാത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനും വേണ്ടി കൊടുക്കണം. ഇപ്പം നാളെയാണ് പെരുന്നാളെങ്കിൽ ഇന്ന് രാത്രിയുടെ ചിലവും നാളത്തെ പെരുന്നാളിൻ്റെ പകലിൻ്റെ ചിലവും അത്രയും ചിലവ് കഴിച്ച് ബാക്കി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അവരൊക്കെ ഫിത്ർ സക്കാത്ത് പുറപ്പെടുവിക്കും. ഫഖീർ മിസ്കീൻ ഗണത്തിലുള്ളവർ വരെ ഫിത്ർ സക്കാത്ത് പുറപ്പെടുവിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ പരിശുദ്ധമായ നോമ്പിലെ വീഴ്ചകളെ പരിഹരിക്കാൻ വേണ്ടിയുള്ള പുണ്യമായ അമലാണ് ഫിത്ർ സക്കാത്ത്. അബഅദ് സുന്നത്ത് പോലെ സഹബിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കും പോലെയാണ് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നോമ്പിലുള്ള എല്ലാ വീഴ്ചകളും അള്ളാഹു പരിഹരിക്കും. നമ്മുടെ ശരീരത്തിന്റെ സക്കാത്താണ് കേട്ടോ. കണക്ക് നോക്കി സമ്പത്ത് നോക്കിയിട്ട് നമ്മുടെ സമ്പത്തിന്റെ ഒരു വർഷത്തെ കണക്കെടുത്തിട്ട് നമ്മൾ സക്കാത്ത് പുറപ്പെടുവിക്കുമല്ലോ. ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. നമ്മുടെ റൂഹിലും ജസദിലും ബറക്കത്ത് കിട്ടാൻ ഇത് സബബാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് ആരും ഒഴിവാക്കരുത്. നമ്മുടെ ആ ദിവസം ഇപ്പൊ ഇന്ന് മഗ്‌രിബിന്റെ സമയത്ത്, നാളെ പെരുന്നാളാണ്, ഇന്ന് പിറ കണ്ട് മഗ്‌രിബ് കഴിഞ്ഞു. ഈ സമയം മുതൽ ഫിത്ർ സക്കാത്ത് കൊടുത്തു വിടേണ്ട സമയമായി. നാളെ പെരുന്നാളിന് വേണ്ടി ഇമാം കൈകെട്ടുന്നതിന് മുമ്പ് അത്രയും സമയം, പ്രധാനപ്പെട്ട സമയം കൊടുത്തുവിടുക. പിന്നീടും പിന്തിക്കുകയാണെങ്കിൽ, പിന്തിക്കേണ്ടി വന്ന വറൂറത്തിന്റെ ഘട്ടമാണ് എങ്കിൽ മഗ്‌രിബിന്റെ സമയം വരെ അങ്ങനെ പോകാം. പക്ഷേ കൂടുതൽ അങ്ങോട്ട് പിന്തിക്കാൻ പാടില്ല. ആ ഇമാം കൈകെട്ടുന്നതിന് സമയത്തിന് മുമ്പ് തന്നെ കൊടുത്തു വിടണം. എവിടെയാണ് ഇത് കൊടുക്കേണ്ടത്? നമ്മൾ ഉള്ള പിറ കാണുന്ന സമയത്ത്, പെരുന്നാളിൻ്റെ നാളെ പെരുന്നാളാണ്, ഇന്നതിൻ്റെ പിറ കാണുന്ന സമയത്ത് നമ്മൾ ഏത് നാട്ടിലാണോ ഉള്ളത്, നമ്മുടെ ഈ നാട്ടിലാണ് ഞാൻ കൊടുക്കേണ്ടത്, ഈ നാട്ടിലാണ്, വെള്ളൂർ പണത്താണ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ, അപ്പോൾ ആ നിലയ്ക്ക് കൊടുക്കണം. ഗൾഫിലുള്ളവർ അവിടെയൊക്കെ അതിനർഹതപ്പെട്ട ആളെ കണ്ടെത്തി കൊടുക്കണം. ഫഖീർ മുസ്ലിം ഗണത്തിലുള്ള പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാം. പറ്റിയില്ലെങ്കിൽ അത് അവിടെ ഒരാളുമില്ലെങ്കിൽ അത് ഇങ്ങോട്ട് മാറ്റി ഇവിടെ കൊടുക്കാമെന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ നീയത്ത് വയ്ക്കുക എന്ന കാര്യം, ഞാൻ എൻ്റെ ചിലവിൽ കഴിയുന്നവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ഇത് എൻ്റെ ഫിത്ർ സക്കാത്താണ്, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയുള്ള ഫിത്ർ സക്കാത്താണെന്ന് പറഞ്ഞ് നീയത്ത് വെച്ച് മാറ്റി വയ്ക്കാം. നീയത്ത് ഏൽപ്പിച്ചു കൊടുക്കാം. ശ്രദ്ധിക്കണം, നീയത്ത് ഏൽപ്പിച്ചു കൊടുക്കാനും പറ്റും. ഞാൻ പറയാണ്, ഞാൻ എൻ്റെ ഫിത്ർ സക്കാത്ത്, ഇതെൻ്റെ ഫിത്ർ സക്കാത്താന്ന് പറഞ്ഞ് ഞാൻ കരുതി മാറ്റി വെച്ച് കൊടുത്തു. എൻ്റെ ഭാര്യയോട് പറഞ്ഞ് നീ നീയത്ത് വെച്ച് കൊടുത്തോളാൻ പറഞ്ഞു. നമ്മുടെ കൊച്ചു മക്കളില്ലേ, അവർക്ക് വേണ്ടിയും നമ്മൾ തന്നെ നീയത്ത് വെക്കും. ആ കുട്ടികളെല്ലാം നീയത്ത് വെക്കുക. അങ്ങ് വലിയവരാണെങ്കിൽ അവർക്ക് നീയത്ത് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഗൾഫിൽ കൊടുക്കുന്ന ആള്, അയാൾ സമ്പത്ത് അയച്ചു കൊടുത്തിട്ട് ഭാര്യയോട് മക്കളോട് പറയാണ്, ഭാര്യയെ വിളിച്ച് പറയാണ്, ഞാൻ എൻ്റെ ഫിത്ർ സക്കാത്ത് ഇവിടെ കൊടുക്കാം, നിങ്ങൾ അവിടെ നീയത്ത് വെച്ച് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് നീയത്ത് ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നീയത്ത് ചൊല്ലി നീ പറഞ്ഞ് നീ മനസ്സിൽ കരുതിയിട്ട് എന്ത് ചെയ്യുക, അത് ഇവിടെ പുറപ്പെടുവിക്കാൻ പറ്റും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഫിത്ർ സക്കാത്തിൻ്റെ ഒരു അളവ്, നമ്മുടെ അളവ് പറഞ്ഞിട്ടൊരു തൂക്കം പറഞ്ഞാൽ ഒരു ഉദ്ദേശം, ഒരു 2.5 കിലോ. നമ്മുടെ കടകളിലൊക്കെ അങ്ങനെയുള്ള കിറ്റാണ് ഇപ്പോൾ കെട്ടിവെച്ചിരിക്കുന്നത്. നമ്മുടെ റിയാസും പലതും വിളിച്ച് ചോദിച്ചു, എത്ര 2.5 കിലോ ഒരു കിറ്റ്, അത് ഫിത്ർ സക്കാത്തായിട്ട് വാങ്ങിച്ച് ആ ഒരു കണക്കിൽ കൊടുക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു സാഇന്റെ കണക്കെടുത്ത് അതിൻ്റെ ഒരു തൂക്കം കണക്കാക്കുമ്പോൾ 2 കിലോയും 66 ഗ്രാമും വരുന്നു. നബവി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു സാഇന്റെ കണക്കെടുത്ത് തൂക്കം നോക്കിയപ്പോൾ 2 കിലോ 44 ഗ്രാം. എല്ലാം കൂടെ ഒന്ന് ഉൾപ്പെടുത്തി പറയാം, ഒരു 2.5 കിലോ ആണെങ്കിൽ ജാമിയം മാനിയായി ഒരു തടസ്സമില്ല, റാഹത്തായിട്ട് കൊടുക്കാൻ പറ്റും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അഥവാ നമ്മുടെ ഇവിടുത്തെ അളവ് പാത്രം 8 നാഴി കൊടുക്കുക, അഥവാ 2 പക്ക. നാഴി എല്ലായിടത്തും ഉണ്ടല്ലോ, അതൊന്ന് വടിച്ച് 8 നാഴി വരെ കണക്കാക്കി അങ്ങ് കൊടുക്കാം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഫിദിയയാകുമ്പോഴോ നാഴിക്കണക്കിന് 2 നാഴി ഫിദിയ അരിയാകുമ്പോൾ. അപ്പോൾ നമ്മളത് നാഴിയാണോ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള കണക്ക്, എളുപ്പത്തിൽ പറയാൻ പറ്റിയതാണ്. മറ്റത് ഫിത്ർ സക്കാത്തിൻ്റെത് 8 നാഴിയാണ്, ഇത് 2 നാഴിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. ഒരു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ധാരാളം തറാവീഹിന് ഞങ്ങൾക്ക് ഇതുവരെ അവസരമൊരുക്കിയ റബ്ബേ, ഞങ്ങളുടെ ആയുസ്സ് നീട്ടി തന്നു. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ വർധനവ് നൽകിയിട്ട് ഇനിയും ഈ പുണ്യ ഇബാദത്തിന് ദീർഘവർഷങ്ങൾ ഞങ്ങൾക്ക് തൗഫീഖ് തരണം അല്ലാഹ്. പടച്ചവനെ, പരിശുദ്ധമായ പുണ്യമായ നോമ്പിന് തൗഫീഖ് നൽകണം റഹ്മാനെ. ധാരാളം പുണ്യ റമദാൻ
പാപങ്ങളെ കരിച്ചു കളയുന്ന റമദാൻ. ഞങ്ങൾ പാപികളാണല്ലാ, ഞങ്ങൾക്ക് ആ ഒരു വലിയ ഓഫർ വേണം റബ്ബേ. ഓരോ വർഷവും ഈ റമദാൻ ഞങ്ങളിലേക്ക് വരണം റബ്ബേ. ഞങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ ഞങ്ങൾക്ക് റമദാൻ വേണം റബ്ബേ. ധാരാളം വർഷം ഈ തൗഫീഖ് തരണം അല്ലാ. ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണം അല്ലാ. കഴിഞ്ഞ റമദാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ മണ്ണറയിലാണ് പലരും. അവരുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതമാക്കണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് ആക്കി സന്തോഷിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പുറപ്പെടുവിച്ച സകാത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഹദിയയിലും സ്വദഖകളിലും ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ പുറപ്പെടുവിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഫളീലത്തായ ഫിത്ർ സക്കാത്തിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. വീഴ്ചകൾ മാപ്പാക്കി പൊരുത്തപ്പെടണം അല്ലാ. വലിയ പ്രതിഫലമുടെ അമലാക്കണം അല്ലാ. ഞങ്ങൾക്ക് ഈ റമദാനിൽ ഖൈറായ നോമ്പ് തുറ ഒരുക്കിയവരുണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്കാരുൾപ്പെടെ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തന്ന, പാചകം ചെയ്തു തന്ന പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങൾക്ക് ഇതെല്ലാം വിളമ്പി ഒരുക്കി തന്ന ഞങ്ങളുടെ യുവാക്കൾ, ചുറുചുറുക്കുള്ളവർ, ഞങ്ങളുടെ മഹലിലെ പ്രായമുള്ള ഉപ്പമാരുൾപ്പെടെ അവരെ എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് സഹർ ഒരുക്കി തന്ന സഹോദരിമാർ റബ്ബേ, ഞങ്ങൾക്ക് അത്താഴം തയ്യാറാക്കി തന്നവർ, നോമ്പ് തുറ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട് തന്നവർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കെല്ലാം നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മദ്രസയിലെ പൊന്നോമന മക്കൾ അവരോധിയ ഖുർആൻ ശരീഫും ദിക്റുകളും എല്ലാം സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ആരൊക്കെ നിന്റെ പൊരുത്തത്തിൽ ഏതൊക്കെ നന്മകൾ ചെയ്തോ കബൂലാക്കണേ അല്ലാ. ജാരിയായ സ്വദഖയാകാൻ വേണ്ടി മുസല്ലയിലേക്ക് മൈക്ക് സെറ്റ് ഉൾപ്പെടെ എല്ലാം പേരും അതിന്റെ ശബ്ദവും ബാങ്കിന്റെ ധ്വനി കേൾക്കാൻ ആവശ്യമായതെല്ലാം നൽകിയവർ അല്ലാ. ദീനി ദഅവത്ത് നടക്കേണ്ടത് അതിലൂടെയാണ്. അതിലൂടെ ഒരു പരിശുദ്ധമായ അല്ലാഹുവിന്റെ നൂറിന്റെ ഒരു വെളിച്ചം അതിലൂടെ പറയുന്നുണ്ടോ? ബാങ്ക് മുഴങ്ങുന്നുണ്ടോ? ഒരു നന്മ അല്ലാഹുവിന്റെ മുസല്ലയിൽ എന്ന് പറയുന്നുണ്ടോ? അതിന്റെ എല്ലാം മിസ്ലതാബ് അവരാരെയൊക്കെ കരുതി അവരുടെ ഖബറിടങ്ങളിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജാരിയായ സ്വദഖയാക്കണേ അല്ലാ. ആ ഖബറിടങ്ങൾ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് ആക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, സ്വർഗീയ മണം ആ ഖബറിൽ അടിച്ചു വീശണം റഹ്മാനെ. സ്വർഗീയ അനുഗ്രഹ ശബ്ദം ആ ഖബറിൽ മുഴങ്ങണം അല്ലാ. സുന്ദുസ് കൊണ്ട്, ഇസ്തബറഖ് കൊണ്ട് അവരെ എല്ലാം നീ പുതപ്പിക്കണം അല്ലാ. ഹയാത്തിലുള്ള അവരുടെ എല്ലാം കുടുംബാദികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അവരുടെ സതുദ്ദേശങ്ങളെ സഫലീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ മുസല്ലകളിലെയും നോമ്പ് തുറ കബൂലാക്കണേ അല്ലാ. വലിയ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ ഖബൂലിയത്ത് നൽകണേ റഹ്മാനെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണേ പടച്ചവനെ. അവിടുന്ന് കാവൽ തേടിയ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ വർഷത്തെ ഇതൊടുവിലത്തെ തറാവീഹാണോ ഞങ്ങൾക്ക് അറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതൊക്കെ പ്രഹസനത്തിനാണ്, ആണെന്ന് പറഞ്ഞ് നീ തട്ടിക്കളയല്ലേ അല്ലാ. ഒരു നന്മയില്ല, ചിന്ത നിന്റെ പൊരുത്തപ്പെട്ട ചിന്തയല്ല എന്ന് പറഞ്ഞ് തട്ടല്ലേ റബ്ബേ. ഓതിയതൊക്കെ തെറ്റാണെന്ന് പറയല്ലേ റബ്ബേ. നീയത്തിൽ തെറ്റുണ്ടെന്ന് പറയല്ലേ റബ്ബേ. വന്നുപോയ നാവിന്റെ പിഴവിൽ എല്ലാം വലിച്ചെറിയല്ലേ റബ്ബേ. എല്ലാം നിന്റെ ഔദാര്യം കൊണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ. ബിഹഖ്ഖിൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. صلاة التراويح رحمكم الله. صلوا على النبي المصطفى محمد وآله